സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം.എൽ.എ. ടി.വി. ഇബ്രാഹിമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുതുവല്ലൂർ കൃഷിഭവന്റെ പുതിയ കെട്ടിടം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് അധ്യക്ഷനായ ചടങ്ങിൽ ടി.വി. ഇബ്രാഹിം എം.എൽ.എ. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ നാഗരികത തുടങ്ങുന്നതും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഈ അവസാനം ലോകത്ത് സാങ്കേതിക വിദ്യയുടെ എന്തെല്ലാം വിസ്ഫോടനങ്ങൾ ഉണ്ടായാൽ പോലും അവസാനം മനുഷ്യ നാഗരികത അവസാനിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൃഷിയിലായിരിക്കും. സ്വാഭാവികമായി കൃഷിയും മനുഷ്യന്റെ ദൈനംദിന ജീവിതവും തമ്മിൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത പൊക്കിൽ കൂടി ബന്ധമുണ്ട് ഈ കൃഷി എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി.കെ.സി. അബ്ദുറഹിമാൻ, ഷരീഫ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ മുംതാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബു അക്കരപ്പറമ്പിൽ, എൻ.പി. അഷ്റഫ്, നജ്മ ബേബി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുസില ഷഹീദ്, ശ്രീജ ശ്രീധരൻ, സി സുശീല, മലപ്പുറം ജില്ലാ ആത്മ പ്രൊജക്ട് ഡയറക്ടർ പ്രകാശ് പുത്തനമഠത്തിൽ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ രേഷ്മ, ടി കെ സൈഫുന്നീസ, എം പി മുഹമ്മദ്, സലാം മാസ്റ്റർ, കെ പി സക്കീർ, അസ്ലം ഷെർഖാൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും ഉണ്ടായി. എയർ വൺ ന്യൂസ്, മുതുവല്ലൂർ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.